വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള ദിനബത്ത വൈകുന്നു. കഴിഞ്ഞ മാസത്തെ തുക ഇതുവരെ അക്കൗണ്ടിലെത്തിയില്ല. 300 രൂപയാണ് ധനസഹായമായി സർക്കാർ നൽകിയിരുന്നത്. പ്രതിഷേധവുമായി ദുരന്തബാധിതർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാസം കയറിയിട്ടില്ല. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിനുള്ളിൽ എല്ലാവരും അക്കൗണ്ട് കയറുന്നതാണ്. ഈ പ്രാവശ്യം ഈ മാസം കയറിയിട്ടില്ല. കാരണം ആരും കയറിയിട്ടില്ല. കാരണം എന്താണ് സംഭവം എന്നറിയില്ല. ഇനി നിർത്തിയതാണോ അതോ ആ വിവരമില്ല. ഇനി കൊടുക്കുന്നു അതോ ആ വിവരവും നമ്മളല്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മാസം ഇപ്പോൾ സാധാരണ ഒരു 3-ാം തീയതിനുള്ളിൽ കറക്റ്റായിട്ട് കയറുന്നതാണ്. ഈ പ്രാവശ്യം കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നത്, പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു സ്ഥലത്താണെങ്കിൽ പല ആൾക്കാർ സഹായം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ടൗൺഷിപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കുക. ഇപ്പോൾ ഒരാൾ അപ്പുറത്താണെങ്കിൽ ഒരാൾ ഇവിടെയാണ്, അങ്ങനെ അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഈ 9,000 കിട്ടുമ്പോൾ ഒരു കുറേ ആശ്വാസമുണ്ട്. അപ്പോൾ അത് സർക്കാരിന് ഒന്നും കൂടി അത് നിർബന്ധമായിട്ട് അതൊന്ന് കൂടി ദുരന്തബാധിതർ കൊടുക്കണം എന്നാണ്. ഞാൻ ദുരന്തബാധിതപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടി. കാരണം അവരൊക്കെ നമ്മുടെ ചോദിക്കുന്നു കിട്ടുമോ. ആ ഒന്ന് സർക്കാരിൽ ഈ സർക്കാർ അതൊന്ന് പരിഗണിക്കണം എന്നാണ് ദുരന്തബാധിതൻ എന്ന നിലയിൽ എനിക്കൊന്നും പറയുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ആളുകളാണ്. 300 രൂപയാണ് ദിനബത്തയായി സർക്കാർ നൽകുന്നത്. അത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെയുണ്ട്. ഇതിപ്പോൾ മുടങ്ങിയെന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു. വലിയൊരു സഹായമായിരുന്നു എന്നവർ നെടുവേർപ്പെടുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ മുടങ്ങിയെന്നാണ് അധികൃതർ പറയുന്നത്? ഇവർ അധികൃതരെ സമീപിച്ചിട്ടുണ്ടായിരുന്നോ? അതല്ല, ഈ ദിനബത്ത നൽകുന്നത് നിർത്തിയതാണോ? അമൃത, ഈ ദിനബത്ത വൈകിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ദിനബത്ത വൈകിയ സമയത്ത് സർക്കാർ 9 മാസത്തേക്ക് കൂടിയായിരുന്നു ഇത് നീട്ടിയിരുന്നത്. ആ നീട്ടിയ കാലാവധി കഴിഞ്ഞ ഡിസംബറോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനി ഈ ദുരന്ത ബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 300 രൂപ ദിനബത്ത 300 രൂപ ലഭിക്കണമെങ്കിൽ പുതിയ ഒരു ഉത്തരവ് വരേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആ ഒരു ദുരന്ത ബാധിതർ നമ്മോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർക്ക് ഏറ്റവും ആശ്വാസമായി, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ 300 രൂപ അവർക്ക് ദിനപത്തിയായി ലഭിക്കുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു, അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മാറിയ ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ 300 രൂപയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഇക്കൂട്ടത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വൈകിയതിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൽ ഇത് കിട്ടാത്തതിൽ വലിയ പ്രയാസവും വലിയ ദുരിതവുമാണ് അവർ അനുഭവിക്കുന്നത്. ഇനിയും ഇത് നിർത്താതെ തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇതൊരു തരത്തിലും, അല്ലെങ്കിൽ ഇവർ പൂർണ്ണമായും പുനരധിവസിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുന്നത് വരെ ഈ ഒരു ദിനബദ്ധ അവസാനിപ്പിക്കരുത്. ഇത് നാളെ ഇന്ന് വരെ ലഭിച്ചതുപോലെ തന്നെ ഈ ദിനബദ്ധ അവർക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പും പലതവണ ഈ ദിനബദ്ധ നിർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണ്. തഹസിൽദാർ ഓഫീസിലേക്ക് ഉൾപ്പെടെ ദുരന്ത ബാധിത സമരവുമായി എത്തുന്ന ഒരു സാഹചര്യം മുമ്പ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇനി അത്തരത്തിലേക്കൊന്നും ദുരന്ത ബാധിതരെ എത്തിക്കരുത് എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുകയാണ്. ഇനി ഒരു തരത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ഫൈസൽ? ഇത് നിർത്താനാണോ, അതല്ല ഈ പറഞ്ഞതുപോലെ അവർക്കൊരു വലിയ സഹായമാണ് 9,000 എന്ന് പറയുമ്പോഴും വലിയ സഹായമാണ്, അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നുണ്ടോ? അമൃത, അത്തരത്തിലുള്ള ഉറപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനു മുമ്പ് ഈ ഇത്തരത്തിൽ സംഭവിച്ച സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് ഈ ഉത്തരവ് പുതുക്കി പുറത്തിറക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് സർക്കാർ കടന്നത്. മുടങ്ങിക്കടന്ന ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധങ്ങൾ സംഭവിച്ചതിന് ശേഷം കൃത്യമായിക്കൊണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കണ്ടത്. ഇത്തരത്തിൽ ഇന്നും ഈ ഒരു മാസവും അത് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നിർത്തിയെന്നോ അല്ലെങ്കിൽ ഇത് തുടരുമെന്നോ ഉള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അമൃത, ഫൈസൽ, ഇപ്പോൾ അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടാവില്ലേ? അവര് എന്താണ് പറയുന്നത്? ഫൈസലുമായി അവരെന്താണ് പങ്കുവെക്കുന്നത്? കുറച്ച് വൈകിയാലും ഈ തുക ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവിടെയുള്ള ആളുകൾക്കുണ്ടോ?
അമൃത, അവർക്ക് അത്തരത്തിലൊരു പ്രതീക്ഷ നിലവിൽ ഇല്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം, ഇതൊരു കാരണവശാലും നിർത്തരുത് എന്നുള്ളതാണ്. ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്ന ആളുകളാണ് ദുരന്തബാധിതർ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ചില കുടുംബങ്ങൾക്ക് മാത്രമാണ് സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അവരുടെ ജീവിത സാഹചര്യം കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ച് അവർ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വയം വരുമാനം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ മുണ്ടക്കൈ ചുരമല ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ നിലവിലുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുടങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത് മാത്രമല്ല, അസുഖമായി കഴിയുന്ന ആളുകളുണ്ട്, ഒറ്റപ്പെട്ട വീടുകളിൽ കഴിയുന്ന ആളുകളുണ്ട്, കുടുംബത്തിൽ മറ്റ് ആളുകളില്ലാതെ തനിയെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിലെ 9,000 രൂപ മുടങ്ങുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ പോലും ദൈനംദിന ജീവിതത്തെ പോലും താളം തെറ്റുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വൈകുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വാടക ലഭിച്ചിട്ടുണ്ട് പലർക്കും, പക്ഷേ ഈ വാടക കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. അവർക്ക് നിത്യ ചെലവുകളുണ്ട്, ആശുപത്രി ചെലവുകളുണ്ട്, മറ്റ് ആവശ്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു തുക മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പോലും പലപ്പോഴും അത് വാർത്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ആശ്വാസമായി നിൽക്കുന്ന ഒരു ദിനബത്ത നിർത്തുക എന്ന് പറയുന്നത് വളരെ അധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയാണ് ഈ ദുരന്തബാധിതരുടെ മനസ്സിലുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് നിർത്താൻ പാടില്ല. പുനരധിവാസം പൂർണ്ണമായും നടപ്പാക്കുന്നത് വരെ, അല്ലെങ്കിൽ തങ്ങൾ പഴയ ജീവിതത്തെ പോലെ ആയില്ലെങ്കിൽ കൂടി അവരുടെ ജീവിതം ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്നത് വരെ ഈ ഒരു ദിനബദ്ധ അവസാനിപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്.